പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ വിഎസിനെതിരെ കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി നൽകണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സിപിഎം സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. വിഎസ് പ്രശ്നം കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഡൽഹിയിൽ സ്ഥിരീകരിച്ചു. കാഞ്ഞങ്ങാട്ട് ഉൾപാർട്ടി കലാപത്തിന് തിരികൊളുത്തി മടങ്ങിയെത്തിയ വിഎസ് അച്യുതാനന്ദനെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇരുത്തിപ്പൊരിച്ചു. സമ്മേളനകാലമായതോടെ വിഎസ് വിഭാഗീയതയ്ക്ക് വഴിമരുന്നിട്ട് തുടങ്ങിയെന്നായിരുന്നു രൂക്ഷ വിമർശനം. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ വീട്ടിൽ ഇളനീര് ചൂണ്ടിക്കാട്ടി വിഎസ് വിലക്കുകളെക്കുറിച്ച് പറഞ്ഞത് അവക്കുമെന്നാണ് നേതാക്കൾ വിശേഷിപ്പിച്ചത്. അച്ചടക്ക ലംഘനം നടത്തിയവർക്ക് ചൂട്ടുപിടിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇനിയും വിഭാഗീയത പാർട്ടിക്ക് സഹിക്കാനാവില്ലെന്നും മുന്നറിയിപ്പുകൾ പുറകെ വന്നു. പാർട്ടി സെക്രട്ടറിയുടെ ചിത്രത്തിൽ കരിയോയിലും ചാണകവെള്ളവും തളിച്ചത് അച്ചടക്ക ലംഘനമല്ലേ? പാർട്ടി തീരുമാനം വരുന്നതിനു മുമ്പ് ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്നത് ബൂർഷ്വാ പാർട്ടികളെ പോലും നാണിപ്പിക്കുന്ന നടപടിയല്ലേ? ഇതിനെയെല്ലാം കേന്ദ്ര കമ്മിറ്റി ശരിവച്ചുവെന്നാണോ പറയുന്നത്? പരിഹാസ്യമെന്നേ വിഎസിന്റെ വർത്തമാനത്തെക്കുറിച്ച് പറയാനുള്ളൂ. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനങ്ങളുടെ കൂരമ്പുകളായിരുന്നു. നിർമ്മമനായി കേട്ടിരുന്ന വിഎസ് കാര്യമായ പ്രതികരണത്തിന് മുതിർന്നില്ലെന്നാണ് വിവരം. കേന്ദ്ര കമ്മിറ്റിയെ വിഎസ് തന്നെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴച്ചതിനാൽ വിഷയം അവിടെ ചർച്ച ചെയ്യണം. വിഎസിന് പറ്റിയ തെറ്റ് അവിടുത്തെ ചർച്ചയിൽ സംസ്ഥാന നേതൃത്വം ശക്തമായി ഊന്നിപ്പറയണമെന്നും തീരുമാനമായി. പ്രശ്നം കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. ഇതെല്ലാം സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച തീരുമാനിക്കാതെ ഏകപക്ഷീയമായി എനിക്ക് അഭിപ്രായം പറയാനാവില്ല. ചർച്ച തീരുമാനിക്കുമ്പോൾ അതിനെപ്പറ്റി നിങ്ങളെ അറിയിക്കും. വിഎസ് അനുകൂല പിണറായി വിരുദ്ധ പ്രകടനം സംഘടനയെ അതിലംഘിക്കുന്നതാണെന്ന് വ്യക്തമാക്കാൻ വിഎസിനെ തള്ളിപ്പറഞ്ഞ പരസ്യ പ്രസ്താവന ഇറക്കണമെന്നും തീരുമാനിച്ചു. എസ് ആർ സഞ്ജീവ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.